വെൽക്കം ടു ഫുഡ് ടാഗ്. പ്രസാദങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അധിക പേരും ഉത്തരം പറയണത് നെയ്പായസമായിരിക്കും. അതെ, നെയ്പായസമാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു നെയ്പായസമാണ്. മിസ് ചെയ്യരുത്. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ. പിന്നെ ഓരോ വീഡിയോയിലും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും കുറേ പ്രസാദം റെസിപ്പീസ് പുറകെ വരുന്നുണ്ട്. നെയ്പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉണക്കലരിയാണ്. ഇളം പീച്ച് കളറാട്ടോ ഈ ഒരു അരി ഉള്ളത്. അപ്പോൾ ഈ ഒരു അരി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരിയിലും ചെയ്യാം. പക്ഷേ ഈ അരിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നെയ്പായസത്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഉണക്കലരിയാണ് എടുത്തിരിക്കണം. ഇത് 3-4 പ്രാവശ്യം കഴുകിയെടുത്ത ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഒരു 5-6 വിസിലൊക്കെ വന്നോട്ടെ, ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ടുള്ള വേവ് വന്നോളും. അപ്പോൾ ഞാൻ എന്താ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ചട്ടുകം കൊണ്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുത്തു. അതിന് ശേഷം ഞാനിവിടെ ഒരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചോറ് നമ്മൾ മാഷ് ചെയ്താലും ശർക്കര ചേർക്കണ സമയത്ത് അത് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വന്നോളൂ കേട്ടോ. അത് കാരണം ഇനിയിപ്പോൾ അത് ഒരുപാട് ചമ്മന്തി പോലെ ആവുമോയെന്നൊന്നും ആരും സംശയിക്കേണ്ട. ഇനി നമുക്കിതിലേക്ക് 1/2 to 1/4 കപ്പ് പൊടിച്ച ശർക്കര ചേർക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് അരിച്ചെടുത്ത് വെച്ചതാട്ടോ. അധികം മധുരം വേണ്ടാത്തവർക്ക് 1/2 കപ്പ് ചേർത്തോളൂ. എന്നെപ്പോലെ നല്ലോണം മധുരം വേണമെന്നുള്ളവർക്ക് 1/4 കപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് തുടരാനായിട്ട് കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ നോക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കണ സമയത്ത് അതുപോലെ ആയിരിക്കും കൺസിസ്റ്റൻസി ഉണ്ടാവുക, കുറച്ചുകൂടെ തിക്കാവും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് എത്തും. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാവും. അപ്പോൾ ഇതാ കണ്ടില്ലേ, കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എപ്പോഴും നെയ്പായസം നിർത്താറ് കേട്ടോ. ഇനി ഇത് തിക്കാക്കി കഴിഞ്ഞാൽ നല്ല കട്ട പോലെ ഉണ്ടാവും. അതെനിക്കിഷ്ടമല്ല. ഈ ഒരു രീതിക്കാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഇത് ആറിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ കുറച്ചല്ലേ അരി എടുത്തിട്ടുള്ളൂ, അപ്പോൾ 2 ടീസ്പൂണൊക്കെ മതിയാവും. ഇപ്പോൾ കുറേ ക്വാണ്ടിറ്റിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലോണം നെയ്യ് ഇട്ടാലാണ് നെയ്യ് പായസത്തിൻ്റെ യഥാർത്ഥ രുചി കിട്ടുക. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് എൻ്റെ കയ്യിൽ കുഞ്ഞു വാഴയില ഉള്ളത്, അതുകൊണ്ട് ഇതാ മൂടി വെക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇളം ചൂടായപ്പോൾ ഞാൻ ഇതാ എടുത്തു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇലയിൽ വിളമ്പണ സമയത്ത് ഇതാണ് പാകം. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെയൊക്കെ ഫീല് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പൂത്ത തെച്ചി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുകയാണ്. വീട്ടിൽ ഈ ഒരു പായസം ഞാൻ ഉണ്ടാക്കിയാൽ ഹസ്ബൻഡും മോനും പറയാറുണ്ട് അമ്പലത്തിൽ അതേ സ്വാദാണ് കിട്ടാറുള്ളത് എന്ന്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.